ഈ ഒരു പരിപാടിക്ക് ഒരു 20 കോടി ചെലവാക്കിയതാണോ ഇത്ര വലിയ, അല്ലെങ്കിൽ ചെലവാക്കാൻ തീരുമാനിച്ചതാണോ ഇത്ര വലിയൊരു പാതകം? പറയുമ്പോ കേൾക്കണം, പറഞ്ഞപ്പോ കേട്ട് ക്ഷാമകാലമാണെന്ന് ഓർക്കണം. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. ഈ നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ സർക്കാരും സമൂഹവും സംയുക്തമായി ഏറ്റെടുത്ത കാര്യമാണ്. അത് എത്ര കണ്ട് വിജയിച്ചു എന്നുള്ളതിന്റെ പരിശോധനയാണ് ആ സർവേ, അല്ലാണ്ട് വേറൊന്നുമല്ല. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോടും പറയാം, ചിലപ്പോ അവർ വിശ്വസിച്ചോളൂ. പൊതുഖജനാവിന്ന് പണം മുടക്കി, 1ഉം 2ഉമല്ല 20 കോടി മുടക്കി പാർട്ടി പ്രവർത്തകരെ കൂടി ഭാഗമാക്കി തെരഞ്ഞെടുപ്പിന് മുൻപേ ഒരു സർവേ, നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേര്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇത് സർക്കാരിന്റെ ചെലവിൽ നടത്തുന്ന, എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളുടെ പൈസ എടുത്ത് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയാണ് എന്നൊരു രാഷ്ട്രീയ വിമർശനം ഈ സർവേക്കെതിരെ നേരത്തെ തന്നെ ഉയർന്നതാണ്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇന്ന് ഹൈക്കോടതി സർവേ എന്ന പരിപാടി തന്നെ അങ്ങ് റദ്ദാക്കി. അടിമുടി നിയമവിരുദ്ധവും ബന്ധപ്പെട്ട ചട്ടങ്ങളെല്ലാം മറികടന്നുള്ളതുമാണ് ഈ സർവേ എന്നത് കോടതി ചൂണ്ടിക്കാട്ടി. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. അതിനെടുത്ത തീരുമാനത്തിൽ പ്രശ്നമുണ്ട്, തുക വകയിരുത്തിയതിൽ പ്രശ്നമുണ്ട് എന്നെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടു. സർക്കാർ ഔദ്യോഗികമായി ഉത്തരവിറക്കും മുൻപ് ഇങ്ങനെ ഒരു സർവേ കേരളത്തിൽ നടത്തുന്ന കാര്യം CPM-ന്റെ പ്രവർത്തകരിലേക്ക് കത്തെഴുതി അറിയിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന് മാത്രം എവിടെ നിന്ന് അറിവ് കിട്ടി എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അത് ശരി, അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? ഇല്ല. മുതലാളിക്കോ എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. നേരത്തെയൊക്കെ സാക്ഷരത നടപ്പിലാക്കിയവരാണല്ലോ നമ്മൾ, ജനകീയാസൂത്രണം നടപ്പിലാക്കിയവരാണല്ലോ നമ്മൾ. ഇതെല്ലാം ഈ സമൂഹത്തിനെ കേട്ട്, സമൂഹത്തിനെ പഠിച്ച്, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി, അതിൽ ജനങ്ങളുടെ എല്ലാം പങ്കാളിത്തം കൊണ്ട് സർക്കാരിന്റെ ഇടപെടലിൽ, സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടത്തി വിജയിച്ച പദ്ധതികളായിരുന്നു. അതിനൊന്നും ഇല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കേരളം, ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ പട്ടിണി കിടക്കുന്ന എണ്ണം പെരുകുന്ന സമയത്ത്, ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ കുതിക്കുന്ന സമയത്ത് കേരളം പട്ടിണി കിടക്കാത്ത മനുഷ്യരുടെ നാടായി കേരളം തലയെടുപ്പോടുകൂടി നിൽക്കുന്നതെല്ലാം അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു കരുതലിൽ, ഇങ്ങനെ ജനങ്ങളെ ചേർത്ത് നിർത്തി എല്ലാവരെയും കേട്ട് മനസ്സിലാക്കി, അതിൽ പാർട്ടിയുടെയും എല്ലാ പാർട്ടികളുടെയും ഒക്കെ ഇൻവോൾവ്മെന്റും തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ ഒക്കെ പങ്കാളിത്തവും ഒക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായത്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. ഇവിടെ സ്വാഭാവികമായിട്ടും എല്ലാ ഘട്ടത്തിലും കേസ് കൊടുത്തും അല്ലാതെയും ആക്ഷേപിച്ചും ഒക്കെ കേരളത്തിലെ ഗവൺമെന്റ് ഒരടി മുന്നോട്ട് വെക്കുമ്പോൾ അതിനെയെല്ലാം എങ്ങനെയൊക്കെ തകർക്കാം, ആക്ഷേപിക്കാം, എവിടെയൊക്കെ നേരിടാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ എനിക്കൊക്കെ? ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിയാണല്ലോ, ചേട്ടൻ തന്നെ പറഞ്ഞിട്ടാ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വയനാടിന് വേണ്ടി നിങ്ങൾ പിരിച്ച ഫണ്ട് നമ്മൾ കണ്ടു. 3.5 ഏക്കർ ഭൂമി ഇപ്പോ അതും ഗത്യന്തരമില്ലാതെ എടുത്തു. എന്നിട്ട് അതിന്റെ പേരിൽ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. എന്റെ പൊന്നണി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? 10 സെന്റ് ഭൂമിയിൽ വീടുണ്ടാക്കുമെന്നാ നിങ്ങൾ പറഞ്ഞത്. 3.5 ഏക്കറിൽ 100 വീട് എങ്ങനെ ഉണ്ടാക്കാനാ നിങ്ങൾ? വീണ്ടും നിങ്ങൾ ഭൂമി വാങ്ങേണ്ടി സാഹചര്യമല്ലേ ഉള്ളത്? നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് എത്ര പണ പിരിച്ചത്? ആദ്യം നിങ്ങളുടെ പുറത്താക്കപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് 86 ലക്ഷം മറ്റോ ആണ്. പിന്നീട് കൊടുത്തത് 1 കോടി. അതും ആർക്ക് കൊടുക്കുക? KPCC കൊടുക്കുക. ആ വയനാടിന് വേണ്ടി പോലും ഫണ്ട് പിരിക്കുന്ന സമയത്ത് ആ ഫണ്ടിനെ എതിർക്കുകയും ആക്ഷേപിക്കുകയും അങ്ങനെ ഒരു പുനരധിവാസ പ്രവർത്തനത്തെ എങ്ങനെ പിന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് അതിനുവേണ്ടി പ്രചരണം നടത്തി ജനങ്ങളെ മനം മടുപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോയവരാണ് ഇവര്. വായും പൊളിച്ചിരുന്നാ മതി, അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന്. ഇതൊരു സാങ്കേതികത്വത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു വിധി മാത്രമാണ്. കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന്, കേരളത്തിന്റെ ഈ കുതിച്ചുചാട്ടത്തിന് ഗുണകരമായേക്കാവുന്ന ഒരു സംവിധാനം, ഒരു പരിപാടിയായിരുന്നു ഇതിൽ മുന്നോട്ട് വെച്ചത്. അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു സർക്കുലർ അയച്ചു എന്നുള്ളതാണോ അതിൽ ഇത്ര വലിയ തെറ്റ്? പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഈ ഒരു പരിപാടിക്ക് ഒരു 20 കോടി ചെലവാക്കിയതാണോ ഇത്ര വലിയ, അല്ലെങ്കിൽ ചെലവാക്കാൻ തീരുമാനിച്ചതാണോ ഇത്ര വലിയൊരു പാതകം? എത്ര പറയുമ്പോ കേൾക്കണം, പറഞ്ഞപ്പോ കേട്ട് ക്ഷാമകാലമാണെന്ന് ഓർക്കണം. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പൊ ഇതിനകത്ത് കൃത്യമായ തെരഞ്ഞെടുപ്പ് ലാക്കുണ്ട്.
ഈ പരിപാടി നടത്തുക വഴി CPM-ന് രാഷ്ട്രീയ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടണം എന്നൊരു കുരുട്ടുബുദ്ധിയുണ്ട്. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചെന്നോണ പറയരുത് ദേവസ്വം. അതിന് CPM-കാരുടെയും എല്ലാത്തവരുടെയും ഒക്കെ ആയിട്ടുള്ള ഓരോ മനുഷ്യരുടെയും നികുതി പണത്തിൽ നിന്ന് 20 കോടി ചെലവഴിക്കുമ്പോഴാണ് ആ പ്രശ്നം. അത് മനസ്സിലാവുന്നുണ്ടോ? പാർട്ടി ഫണ്ട് എടുത്ത് ചെലവഴിക്കുകയാണെങ്കിൽ ഇവിടെ ആരും എതിർക്കില്ല. റാഷിദെ, ഇതിലെവിടെയാണ് ഈ പണം ചെലവഴിച്ച് CPM-ന് നേട്ടം ഉണ്ടാക്കുന്നത്? CPM-ന്റെ ഏതെങ്കിലും പ്രത്യേക നേട്ടത്തിന് വേണ്ടിയിട്ടാണോ ഈ പണം ചെലവഴിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. ഈ ഒരു പ്രോസസ്സിൽ CPM പ്രവർത്തകർ പങ്കെടുക്കണം, അല്ലെങ്കിൽ അത് പങ്കെടുക്കണം എന്ന് പറയുന്നത് വോളണ്ടറി ആയിട്ടാ. അങ്ങനെ ഒരു അറിവ് CPM-ന് മാത്രമായി ഔദ്യോഗിക ഉത്തരവ് വരുന്നതിന് മുമ്പ് എങ്ങനെ കിട്ടിയെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ തന്നെ ഒരുപാട് വാർത്തകൾ കൊടുത്തു, ഇങ്ങനെ പരിപാടി വരുന്നു, ഇങ്ങനെ ഒരു പദ്ധതി വരുന്നു. അവിടെയാണ് 2020 തുടങ്ങിയ ഒരു പോർട്ടൽ, ഈ സന്നദ്ധ സേനകൾക്ക് അല്ലെങ്കിൽ സന്നദ്ധ സേവനങ്ങൾക്ക് തയ്യാറാകുന്നവർക്കൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പോർട്ടൽ ഉണ്ട്. ആ പോർട്ടലിൽ ആർക്കും ഇടപെടാം. മനുഷ്യനോ കഴുതി അതിൽ DYFI-കാരനെന്നോ CPM-കാരനെന്നോ കോൺഗ്രസ്സുകാരനെന്നോ ആ വ്യത്യാസം ഇല്ല. ആർക്കും അതിൽ കയറി രജിസ്റ്റർ ചെയ്യാം. ആ ഒരു പോർട്ടൽ ത്രൂ ഇങ്ങനെ ഒരു സംവിധാനം ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണുള്ളത്. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ട കള്ള ഒറ്റ അലക്കുണ്ടല്ലോ, നിന്റെ മോന്ത തിരിഞ്ഞു. അതിനെ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച് ഇതിനെ ആകെ അടിമുടി എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഈ 1-2 സാങ്കേതികത്വത്തിൽ പിടിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയാ, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. നട്ട ഉച്ചയ്ക്ക് നല്ല വെയിലിന്റെ അടിയിൽ നിന്ന് സൂര്യനിൽ നിന്ന് ഉദിച്ചിട്ടില്ല, ഇന്ന് ചന്ദ്രനാണ് കാണുന്നത്, നമുക്കിതാ എന്തോ നല്ല നിലാവ് എന്ന് പറഞ്ഞാൽ അത് പാർട്ടി പ്രവർത്തകർ അപ്പാടെ അങ്ങ് വിഴുങ്ങും. എന്നിട്ട് പറയും നല്ല അടിപൊളി നിലാവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടി പ്രവർത്തകർ അവർ മാത്രമാണോ? ഇനി അത് ജനം കൂടി വിശ്വസിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞത് ഇത് സൂര്യനല്ല ചന്ദ്രനാണ് എന്ന് പറഞ്ഞത് ജനം കൂടി വിശ്വസിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ളൊരു സർവേയാണ് ഈ പരിപാടി. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. ഇവരാദ്യം എന്താ ചെയ്തത്? ആദ്യം ഇവർ ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഒരു നവകേരള യാത്ര നടത്തി. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ആ യാത്രയുടെ അവസാനം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരുന്ന് അവരുടെ സുഖവാസ സൗകര്യങ്ങൾ ആനന്ദിച്ച പ്രജകളെ കാണാൻ വേണ്ടി പൊന്നു തമ്പുരാൻ എഴുന്നള്ളിയ ആ പല്ലക്കുണ്ടല്ലോ, ആ വാഹനം അത് മ്യൂസിയത്തിലേക്ക് സംഭാവന ചെയ്യും. ഒരുപക്ഷെ ലണ്ടനിൽ നിന്നോ അല്ലെങ്കിൽ പാരീസിൽ നിന്നോ ഒക്കെ മ്യൂസിയങ്ങൾ ആവശ്യപ്പെട്ടാൽ പോലും നമ്മൾ വിട്ടുകൊടുക്കില്ല. അത് കേരളത്തിന്റെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് പ്രതിഷ്ഠിക്കും എന്നാണ് പറഞ്ഞത്. ആ വണ്ടി ഇപ്പൊ ഏത് ആക്രിക്കടയിലാണ് എന്ന് നമുക്കറിയില്ല. രണ്ടാമത് ഇവർ വേറൊരു പരിപാടി നടത്തി. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതാണ് ആഗോള അയ്യപ്പ സംഗമം. അത് ആഗോള തട്ടിപ്പ് സംഗമമാണ് എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. നവകേരള സർവേ എന്ന് പറയുമ്പോൾ എന്താണ് പ്രശ്നം? ആദ്യം ഇവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു. പാർട്ടി പ്രവർത്തകർ ചെന്നപ്പോഴത്തേക്ക് ചൂലിനാണ് ജനം കൈകാര്യം ചെയ്തത്. ചൂലെടുത്ത് അടിച്ചു. ആദ്യം പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ ബൂത്ത് ലെവൽ സഖാക്കന്മാരെല്ലാം നാളെ രാവിലെ വീടുകളിലേക്ക് ചെല്ലണം, നമ്മുടെ സർക്കാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയണം. അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് അവരുമായി സ്നേഹത്തിൽ പെരുമാറി ഇറങ്ങി വരണം, ചായ കുടിച്ചു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ ചായ പോയിട്ട് പച്ചവെള്ളം പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല, ചൂലെടുത്ത് ജനം കൈകാര്യം ചെയ്തു. നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ സർക്കാർ വന്നിരിക്കുന്നു, നിങ്ങളുടെ പ്രകടന പത്രിക, അതിനകത്ത് ആശാ അമ്മമാർക്ക് എന്തു കൊടുക്കും, കൃത്യമായ വേതനം കൊടുക്കുമെന്ന് പറഞ്ഞ നിങ്ങളുടെ പ്രകടന പത്രികയിൽ ആശാ അമ്മമാർ കഴിഞ്ഞ 1 വർഷക്കാലമായി സമരരംഗത്താണ്. ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല, ഞങ്ങൾ ബധിരനും മൂകനുമാണ്. അവർ സമരത്തിൽ പെരുമഴയത്ത് രാത്രി 2:30-ക്ക് പെരുമഴയത്ത് ഒലിച്ചു കുളിച്ച് നിൽക്കുന്ന സമയത്ത് ആ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി വലിച്ചു വെച്ച ടാർപ്പൻ, ആ ടാർപ്പൻ വലിച്ചു കീറി രാത്രി 2:30-ക്ക് പറമ്പിലേക്ക് എറിഞ്ഞ മ്യൂസിയം പോലീസ് നിങ്ങളുടെ സർക്കാരിന്റെ കീഴിലല്ലേ എന്നടക്കം നിങ്ങളുടെ പ്രകടന പത്രികയെ പറ്റി ജനം ചോദിച്ചു. രണ്ടാമത് ജില്ലാ സഖാക്കളെ പറഞ്ഞു വിട്ടു. ജില്ലാ ലെവലിലുള്ള സഖാക്കൾ എന്ത് ചെയ്യുന്നു? ഗൃഹസന്ദർശനം നടത്തുന്നു. അങ്ങനെ ഗൃഹസന്ദർശനം നടത്താൻ വേണ്ടി ജില്ലാ സഖാക്കൾ എത്തിയപ്പോൾ ജനം പട്ടി അഴിച്ചു വിട്ടു.
മൂന്നാമതൊരു രക്ഷയില്ലാതെ വന്നപ്പോൾ MA ബേബിയെ പോലുള്ള സഖാക്കൾ വീടുകളിലേക്ക് ചെന്നു, ഞാൻ പാത്രമൊക്കെ കഴുകിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുന്നു. അങ്ങനെ ചെന്ന് അത് ഒരു PR സ്റ്റണ്ടാണ് എന്ന് ജനത്തിന് മനസ്സിലായി. പാർട്ടി സഖാക്കൾക്ക് നേരിട്ട് ചെല്ലാൻ പറ്റില്ല. ജനങ്ങളോട് ഇതേ ഒരു തവണ കൂടി ഞങ്ങൾക്ക് വോട്ട് തരണേ, ഞങ്ങളുടെ സർക്കാർ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗീബൽസൻ തന്ത്രവുമായി ഇനി ഈ പാർട്ടി സഖാക്കൾക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. ആദ്യത്തെ സഖാവ് ചെല്ലുമ്പോൾ ചൂല്, രണ്ടാമത്തെ സഖാവ് ചെല്ലുമ്പോൾ പട്ടി, മൂന്നാമത്തെ സഖാവ് ചെല്ലുമ്പോൾ കല്ല്, ഇതെടുത്തുകൊണ്ട് ജനം നേരിടുകയാണ്. അപ്പോഴാണ് സർക്കാരിൻ്റെ സർവേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴുത്തി ടാഗൊക്കെ ഇട്ട് ആൾക്കാർ ചെല്ലുമ്പോൾ ഈ ആൾക്കാർ പട്ടി അഴിച്ചു വിടില്ല എന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നീ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചൂടാകില്ല, അതങ്ങ് ഇറക്കി വെച്ചേക്ക.